ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് CPM-നെ കേരളത്തിൽ ഇല്ലാതാക്കാനുള്ളൊരു പദ്ധതിക്ക് പിണറായി വിജയൻ മാത്രമാണ് മുൻകൈ എടുക്കുന്നത് എന്നാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ AK ബാലനും അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററും വിജയരാഘവനുമൊക്കെ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. പിന്നെ കൂടാതെ കൊച്ചു കൊച്ചു സംഭാവനകളായിട്ട് PM മാർഷോ മുതൽ ചിന്താ ജെറോം വരെയുള്ള സഖാക്കളും സഖാത്തികളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാവരും മറന്നു കഴിഞ്ഞൊരു വിഷയമെടുത്ത് വിജയരാഘവൻ ഇന്ന് ന്യായീകരിച്ചിട്ടുണ്ട്. അത് കൃത്യം പറഞ്ഞാൽ ഇന്നലെയാണ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് തലേ ദിവസം അദ്ദേഹം കുന്നംകുളത്ത് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരു പൊതുസമ്മേളനം നടത്തി. ആ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണല്ലോ. അപ്പോൾ ആ ബുദ്ധിയില്ലാത്ത ബുദ്ധിജീവി ഒരു പ്രസംഗം നടത്തിയത് വഞ്ചിയൂരിൽ ഇവർ റോഡ് തടഞ്ഞുകൊണ്ട് ഒരു സ്റ്റേജ് കെട്ടിയിരുന്നു. ആ സ്റ്റേജ് കെട്ടിയത് യഥാർത്ഥത്തിൽ റോഡ് തടഞ്ഞുകൊണ്ട് വലിയ തോതിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ്. കോടതികൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ റോഡ് തടഞ്ഞുകൊണ്ടൊരു പരിപാടി ചെയ്യരുതെന്ന്. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിട്ട് ഭരിക്കുന്നത് അവരാണ്. പിണറായി ചക്രവർത്തി ആയതുകൊണ്ടിട്ട് ഇവർ റോട്ടിൽ തന്നെ മുളയൊക്കെ ഇട്ടിട്ട് റോഡിൽ നേരെ സ്റ്റേജ് കെട്ടി. ആദ്യമൊക്കെ അതിനൊന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് മോശമായി പോയി എന്ന് മനസ്സിലാക്കി ജോയ് തന്നെ വന്ന് ജനങ്ങളോടൊക്കെ മാപ്പ് പറഞ്ഞു, അത് തെറ്റായിപ്പോയി എന്നുള്ളതൊക്കെ പറഞ്ഞു. അന്ന് ഗോവിന്ദൻ മാസ്റ്റർ അതിനെ ന്യായീകരിച്ചാണെന്ന് ഓർക്കണം, നമ്മുടെ പഴയ കൂറ്റനാട് അപ്പം ഗോവിന്ദൻ. അപ്പോൾ അപ്പം ഗോവിന്ദൻ ന്യായീകരിച്ചതിന് ശേഷം നേരെ ഇപ്പം നമ്മുടെ വിജയരാഘവൻ ആ പ്രശ്നം ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാവരും മറന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പോകരുത്, ഞങ്ങളെ തല്ലിയിട്ട് പോകൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന എല്ലാം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ജനത്തെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇവിടെ പൊതുസമ്മേളനത്തിൽ അതിഗംഭീരമായൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: കാറ് പോകും, കാറ് ഇപ്പോൾ നമ്മൾ മാത്രം സ്റ്റേജ് കിട്ടിയിട്ടാണോ ബ്ലോക്ക് ഉണ്ടാകുന്നത്? അല്ലെങ്കിലും ഇവിടെ നാട്ടിൽ ബ്ലോക്കൊക്കെ ഉള്ളതല്ലേ. പിന്നെ കാറിലിരിക്കുന്നവർ 25 കാറ് നിരന്ന് കിടക്കുന്നുണ്ടാവും, അവർ പതുക്കെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ടാവും. അങ്ങനെ ഉന്തിക്കൊണ്ട് പോകുമ്പോൾ 25 പേരെ ആ കാറിനകത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പുള്ളി കൃത്യമായി എല്ലാം മനസ്സിലാക്കി. പിന്നെ അടുത്ത വാചകമാണ് കലക്കിയത്. പുള്ളി പറയുന്നത് കാറിലിരിക്കുന്നവരൊക്കെ അമ്മായിയമ്മേനെ കാണാൻ പോകുന്നവരാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞതിന് ശേഷം ഇയാളും കാറിൽ കയറിയാണ് പോയേക്കുന്നത്. ഇയാളിനി അമ്മായിയമ്മേനെയാണോ ആരെ കാണാൻ പോയതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആരെ കാണാൻ പോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന അടുത്ത വാചകം, ഈ പാവങ്ങൾക്ക് ജാഥ നടത്താൻ കൂടി കുറച്ച് സ്ഥലം ബാക്കി വെച്ചേക്കണമെന്നാണ്. ഞങ്ങൾക്ക് സൗകര്യമില്ല ബാക്കി വെക്കാൻ. താൻ ഒരു കാര്യം ഏറ്റവും ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കുക, മറ്റേ എല്ലാവരും കാറിൽ പോകണ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ താൻ കാറിൽ പോകുന്നത് എങ്ങനെയാണ്? ഈ ജനങ്ങളുടെ കാശെടുത്തിട്ടാണ്. ഇനി അടുത്തത് മറ്റേ താങ്കളുടെ ഭാര്യ ഉണ്ടല്ലോ ബിന്ദു ടീച്ചർ, അദ്ദേഹം നമ്മുടെ കാറിൽ പോകുന്നത് ജനങ്ങളുടെ കാശെടുത്തിട്ടാണ്. അപ്പോൾ ബിന്ദു ടീച്ചറോട് ഒരു 2-3 ദിവസം തൊട്ടടുത്തല്ലേ ശരിക്കും പറഞ്ഞാൽ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ഓഫീസും ഒക്കെ മന്ത്രിമന്ദിരത്തിന് തൊട്ടടുത്താണല്ലോ. എന്തിനാണ് കാറിൽ പോണത്? നടന്നങ്ങാട് പോകാൻ പറ വിജയരാഘവൻ സഖാവേ. താങ്കളെന്താ അത് പറയാത്തത്? ആദ്യം വീട്ടിലൊന്ന് ഉപദേശിച്ചുകൂടെ? അപ്പോൾ നിങ്ങളൊക്കെ ഈ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികളാണ് യു ആർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ കുറിച്ച് എഴുതി, അതായത് നിങ്ങളുടെ പരിപ്പ് കൂടെ വേവില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചത്. അപ്പോൾ ആ പണി ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ മന്ത്രിപ്പണി എടുക്കാൻ വേണ്ടി ഒന്ന് നടന്നു പോകാൻ പറ. ഇനി ഇതെല്ലാം പോട്ടെ, നടക്കണത് നല്ലതല്ലേ, നടന്നു പോയാൽ പോരെ, എന്തിനാണ് എല്ലാവരും കാറിൽ പോകണമെന്നാണ് വിജയരാഘവൻ സഖാവ് ചോദിക്കുന്നത്. ഈ ചോദ്യം തന്നെ നേരെ പിണറായിയോടൊന്നും ചോദിക്കാൻ പാടില്ലേ? പിണറായി പോകുന്നത് ഒരു കാറിലല്ല സഖാവേ, പിണറായി പോകുന്നത് 45 കാറിലാണ്. 45 കാറിൽ ആംബുലൻസും അതുപോലെ തന്നെ വലിയ കാറിൽ, അതായത് ശരിക്കും 9 പേർക്ക് സീറ്റിങ്ങുള്ള കാറാണിലാണ് പിണറായി വിജയൻ ഏതാണ്ട് 1-2 പേരായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്നും സഖാവിന് കണ്ടിട്ട് കണ്ടുപിടിക്കുന്നില്ലേ? പിന്നെ അത് ചോദിച്ചാൽ സഖാവിൻ്റെ പണി പോകും, സഖാവിൻ്റെയും അതുപോലെ തന്നെ വൈഫിൻ്റെയും മന്ത്രിപ്പണിയും പോകും എന്നുള്ളതുകൊണ്ട് അതൊന്നും മിണ്ടാൻ പറ്റില്ല. ഇതുവഴി പാവപ്പെട്ട സ്വന്തമായി അധ്വാനിച്ച് കാറ് മേടിച്ച് അതിനകത്ത് കഷ്ടപ്പെട്ട് പെട്രോൾ അടിച്ച് പോകുന്നവൻ്റെ നെഞ്ചത്തോട്ട് കയറി നിങ്ങൾക്ക് ഇതുപോലെയുള്ള തോന്നിയാസങ്ങളൊക്കെ പറയാം ഇല്ലേ? യഥാർത്ഥത്തിൽ സ്വന്തമായി ഒരു രൂപ പോലും മുടക്കാതെയാണ് വിജയരാഘവൻ കാറിൽ സഞ്ചരിക്കുന്നത്. സ്വന്തമായി ഒരു രൂപ പോലും മുടക്കാതെയാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്ത് അതിൽ മേടിച്ചിട്ടാണ് കാറിൽ ബിന്ദു ടീച്ചർ സഞ്ചരിക്കുന്നത്. അതിൽ നിന്നുള്ള കുത്തിപ്പിഴിഞ്ഞെടുത്ത കാശിൽ നിന്നാണ് അതിൽ പെട്രോൾ അടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കിൽ കിടന്നാലും പെട്രോൾ പോയാലും കുഴപ്പമില്ല. എന്തൊരു അഹങ്കാരമാണ് CPM-ൻ്റെ നേതാക്കന്മാർക്ക്. ഇനി ഇത് പറഞ്ഞെന്നും പറഞ്ഞ് ഓഫീസിലേക്ക് ജാഥ നടത്തുകയോ ചിലപ്പോൾ ഞങ്ങളെ വഴി തടയുകയോ ഒക്കെ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് കുഴപ്പമില്ലതേ. നേരത്തെ പണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുഖമിടിച്ച് അവൻ്റെ ചോര വന്നതിന് ശേഷം ഇളമരം കരീം എന്ന് പറയുന്ന പ്രമുഖനായ നേതാവ് അദ്ദേഹം സംസാരിച്ചത് പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണമെന്ന് പറഞ്ഞ് ആ ഇടി കൊണ്ടവനെയും അതുപോലെ ചെയ്തവനെയും തെറ്റാണെന്ന് പറയുകയല്ല, കളിയാക്കി വിടുന്ന പണിയാണ് നിങ്ങൾ ചെയ്തത്.
എന്നിട്ട് അത് ശരിക്കും ഒരു ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞ വിനു വി ജോണിൻ്റെ മതൽ ചാടി വീടിനകത്ത് നിങ്ങൾ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ചു. കൂടാതെ ഏഷ്യാനെറ്റിൻ്റെ മറ്റേ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഏഷ്യാനെറ്റിൻ്റെ ഓരോ ഓഫീസുകളുടെ ഫ്രണ്ടിൽ വന്ന് നിങ്ങൾ കുറേ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയി. എൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അറിയാവുന്ന, ഇതൊക്കെ കേട്ടിരുന്നിട്ട് പോലും അവിടെയുള്ള നാട്ടുകാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവരൊക്കെ ഇത് കേട്ട് ഇളിക്കാനും ചിരിക്കാനും ഒക്കെ ഈ നാട്ടിൽ ആളുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. വെളിവും സാമാന്യ ബുദ്ധിയുമുള്ള ആരെങ്കിലും ഈ വക വർത്താനം പറയൂ? ഒരാൾ ഹൈവേ കൊണ്ടുവന്ന് നേരെ സ്റ്റേജ് കെട്ടിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എല്ലാ ദിവസവും കാറിൽ തന്നെ പോകണം, നടന്നു പോയാൽ പോരെ എന്ന് ചോദിച്ചാൽ എന്തൊരു വർത്താനാണിത്? അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാവുന്ന ഒരു സ്ഥലമായി മണ്ടന്മാരായി നമ്മുടെ മലയാളികൾ മാറിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ എനിക്ക് കുറച്ചൊന്നും അഭിമാനം തോന്നിയായിരുന്നു വി ജോയ് വന്നത് തിരുത്തിയപ്പോൾ. കാരണം അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വീണ്ടും, അതായത് ഇളമരം കരീമിൻ്റെ പ്രസ്താവന കിട്ടുന്നതിന് തന്നെ ഞാൻ ഞെട്ടിയിരിക്കുകയായിരുന്നു ഒന്ന്. അതിനുശേഷം ഈ പറയുന്ന പാവങ്ങൾക്ക് നടക്കാൻ കുറച്ച് റോഡ് ബാക്കി വെച്ചേക്കണേന്ന് ഈ പറയുന്ന വിജയരാഘവൻ എവിടെയെങ്കിലും നടന്നു പോയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോട്ടെ, എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലും തൊട്ടൊപ്പം ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൽ നിന്ന് ഓപ്പോസിറ്റുള്ള AKG സെൻറ്ററിലേക്ക് നടന്നു പോകുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോവിന്ദപ്പിള്ള നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്, അദ്ദേഹം ബസ്സിൽ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ അദ്ദേഹത്തിനെതിരെ 3000 രൂപയുടെ ഒരു ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് നടപടിയെടുത്ത പാർട്ടിയാണ്. ഇതൊക്കെ കേട്ടിരിക്കാൻ ഇപ്പോഴും ഈ നാട്ടിൽ ജനങ്ങളെ കിട്ടുന്നുണ്ടല്ലോ എന്നും അത് ന്യായീകരിക്കാനായിട്ട് വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയക്കാർ ഇപ്പോഴും ഈ നാട്ടിലുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് വിജയരാഘവൻ സഖാവ് ഏറ്റവും ആദ്യമേ ചെന്ന ബിന്ദു ടീച്ചറോട് ഒരു 4 സ്റ്റെപ്പ് നടന്ന് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ പറ. എല്ലാവരും കാറിൽ പോകേണ്ട കാര്യമില്ല. പിന്നെ പിണറായി വിജയനോട് ചെന്ന് പറ 45 കാറ് പോയിട്ട് ഒരു കാറ് പോലും വഴി പോകേണ്ട കാര്യമില്ല. 1ാമത്തെ നിലയിലേക്ക് കയറാനായിട്ട് ലിഫ്റ്റ് വെക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി, പോട്ടെ നോക്കാം, ലിഫ്റ്റ് വെക്കട്ടെ, അല്ലെങ്കിൽ കാറിൽ പോട്ടെ നോക്കാം. പക്ഷെ എന്നാലും 44 കാറുകൾ ഒഴിവാക്കാമല്ലോ. അതാദ്യം ചെയ്യാൻ പറ വിജയരാഘവൻ. താങ്കളൊക്കെ പോളിറ്റ് ബ്യൂറോ ആണെന്ന് പറഞ്ഞ് CPM എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ വേറെയില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി ന്യായീകരണ തൊഴിലാളികളൊക്കെ പുറത്തേക്ക് വന്നാൽ അത് ഉറപ്പായിട്ടും ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളുടെ കൂടി ഇനിയും വെറുക്കാതിരിക്കുന്ന CPM വെറുക്കാതിരിക്കുന്ന ആളുകളെ കൂടി വെറുക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ തുടങ്ങട്ടെ. പണ്ട് താങ്കൾ ഇതുപോലെ തന്നെ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞ കമൻറ്റുകളൊക്കെ ഓർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു. അപ്പോൾ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ CPM അതിഭീകരമായിട്ടുള്ള തോൽവിയിലേക്ക് എത്തിക്കാൻ താങ്കൾ കിണഞ്ഞ് പരിശ്രമിക്കൂ. എല്ലാവിധ ഭാവുകങ്ങളും.